ലൈംഗിക പീഡന കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA കസ്റ്റഡി കാലാവധി അവസാനിച്ചതോടെ പത്തനംതിട്ട മജിസ്ട്രേറ്റിന് മുൻപാകെ ഹാജരാക്കി. അന്വേഷണത്തോട് രാഹുൽ സഹകരിക്കാത്ത കാര്യം SIT മജിസ്ട്രേറ്റിനെ അറിയിച്ചു. രാഹുലിന്റെ ലാപ്ടോപ്പ് വീണ്ടെടുക്കാൻ ശ്രമം തുടരുകയാണ്. നാളെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യാപേക്ഷയിൽ തിരുവല്ല ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി വിധി പറയുക. രാഹുലിനെ വൈദ്യപരിശോധനയ്ക്ക് എത്തിച്ചപ്പോൾ യുവജന സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ മൂന്നാമത്തെ ബലാത്സംഗ കേസിൽ പരാതിക്കാരിക്കെതിരെ യൂത്ത് കോൺഗ്രസ് നേതാവ് രാഹുലിന്റെ സുഹൃത്തുമായ ഫെനി നൈനാൻ രംഗത്തെത്തി. രാഹുലിനെ സ്വകാര്യമായി കാണണമെന്ന് 2 മാസം മുൻപും യുവതി ആവശ്യപ്പെട്ടുവെന്ന് ഫെനി ഫേസ്ബുക്കിൽ അവകാശപ്പെട്ടു. 2024 ബലാത്സംഗം ചെയ്ത ആളെ 2025 ഒക്ടോബറിൽ കാണണമെന്ന് പറയുന്നതിൻ്റെ ലോജിക്ക് എന്താണെന്നും ഫെനി ഫേസ്ബുക്കിൽ കുറിച്ചു. വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്ന് ശശിനാരായണൻ ചേരുന്നുണ്ട്. ശശിനാരായണൻ, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കസ്റ്റഡി കാലാവധി അവസാനിച്ചിരിക്കുകയാണ്. പക്ഷേ പോലീസിന് യാതൊരു തെളിവും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അന്വേഷണത്തോട് സഹകരിക്കുന്നില്ല. നാളെ കോടതി രാഹുലിൻ്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നുണ്ട്. എന്തായിരിക്കും പ്രോസിക്യൂഷൻ നിലപാട്? അതോടൊപ്പം അറിയേണ്ടത്, ഈ രീതിയിൽ രാഹുൽ നിസ്സഹകരണം തുടരുന്ന പശ്ചാത്തലത്തിൽ ഇനി കസ്റ്റഡിയിൽ വാങ്ങി വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങാനുള്ളൊരു നീക്കം പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ടോ? ടോം സൂചിപ്പിച്ച പോലെ തന്നെ രാഹുലിന്റെ കസ്റ്റഡി കാലാവധി ഇന്ന് കഴിഞ്ഞ സ്ഥിതിക്കാണ്. ഇന്ന് വൈദ്യപരിശോധനയൊക്കെ പൂർത്തിയാക്കിയ ശേഷം രാഹുലിനെ പത്തനംതിട്ടയിലെ മജിസ്ട്രേറ്റിന് മുന്നിൽ അഞ്ജലിയുടെ മുന്നിൽ ഹാജരാക്കി. തുടർന്ന് തിരികെ മാവേലിക്കര ജയിലിലേക്ക് കൊണ്ടുപോയി. പക്ഷെ വലിയ പ്രതിഷേധം ഈ രാഹുലിനെ വൈദ്യപരിശോധനയ്ക്ക് എത്തിച്ചപ്പോൾ ഉണ്ടായിരുന്നു. ഇന്നലെ സമാനമായ രീതിയിൽ ഈ ലൈംഗിക പീഡനം നടന്ന പത്തനംതിട്ട ഹോട്ടലിൽ എത്തിച്ചപ്പോഴും പുലർച്ചെ പോലും വളരെ രീതിയിലുള്ള വലിയ പ്രതിഷേധമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ആ മതിയായ തെളിവുകൾ സ്വീകരിക്കുക എന്നുള്ള കാര്യം അന്വേഷണ സംഘത്തിന് ഒരു വെല്ലുവിളിയായിട്ടുണ്ട്. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുമ്പോഴും രാഹുൽ സഹകരിക്കാത്ത ഒരു സാഹചര്യമുണ്ട്. റൂമിൽ 408 നമ്പർ റൂമിൽ ഇന്നലെ തിരുവല്ല എത്തിച്ചപ്പോഴും യുവതി ഇവിടെ വന്നതായി രാഹുൽ സമ്മതിച്ചു. പക്ഷേ മൊഴിയോ മറ്റു കാര്യങ്ങളോ മറ്റ് ലൈംഗിക പീഡനം നടന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഒരു വ്യക്തതയും നൽകിയില്ല. ഒരു ചോദ്യത്തിന് SITയുടെ ചോദ്യത്തിന് ഒരു മറുപടിയും രാഹുൽ നൽകിയില്ല. ചിരിച്ചുകൊണ്ട് മാത്രമാണ് ഇരുന്നത്. അത്തരത്തിൽ ഒരു നിസ്സഹകരണം രാഹുലിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. ലാപ്ടോപ്പ് കണ്ടെടുക്കേണ്ടതായിട്ടുണ്ട്. ഇന്നലെ ഒരു മൊബൈൽ ഫോൺ കൂടി രാഹുലിന്റെ പോലീസ് കണ്ടെടുക്കുന്നു. അത്തരം അതിന്റെ ലോക്കുകൾ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ, ഇതെല്ലാം വിശദമായ കാര്യങ്ങൾ രാഹുലിനോട് ചോദിക്കുമ്പോഴെല്ലാം രാഹുൽ ഒരു നിസ്സഹകരണമാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഇന്ന് കസ്റ്റഡി കാലാവധി വീണ്ടും ആവശ്യപ്പെട്ടില്ല. എന്തായാലും 3 ദിവസത്തെ കസ്റ്റഡിയാണ് ആവശ്യപ്പെട്ടത്. അത് 3 ദിവസത്തെ കസ്റ്റഡി പൂർത്തിയായ കാര്യത്തിലാണ് വൈദ്യപരിശോധന നടത്തിയതിനു ശേഷം പത്തനംതിട്ട മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കുകയും തുടർന്ന് ഇപ്പോൾ മാവേലിക്കര ജയിലിലേക്ക് കൊണ്ടുവരും. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് രാഹുലിൽ നിന്നും ഒട്ടനവധി കാര്യങ്ങൾ അന്വേഷണ സംഘത്തിന് അറിയാനുണ്ട്. അത് ലഭിക്കാത്തിടത്തോളം കാലം ഈ കേസിന്റെ കാര്യത്തിൽ എന്തായി തീരുമെന്ന് പറയാൻ കഴിയില്ല. ഇവിടെ രാഹുലിന്റെ ഫോണിന്റെ പാസ്വേഡ് രാഹുൽ ഇതുവരെയും കൈമാറിയിട്ടില്ല. ലാപ്ടോപ്പ് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതിനിടെയാണ് രാഹുലിന്റെ സുഹൃത്ത് യൂത്ത് കോൺഗ്രസ് നേതാവുമായ ഫെനി നൈനാൻ ഇന്ന് ഫേസ്ബുക്കിലൂടെ രാഹുലും യുവതിയും തമ്മിലുള്ള ചാറ്റുകളുടെ വിവരങ്ങൾ പുറത്തുവിട്ടത്. അതെങ്ങനെയാണ് ഫെനിക്ക് അതിൻ്റെ സ്ക്രീൻഷോട്ടുകൾ ലഭിച്ചതെന്ന് കണ്ടെത്തണം. മാത്രമല്ല, അത് രാഹുലാണ് അയച്ചു കൊടുത്തതെങ്കിൽ സ്വാഭാവികമായിട്ടും ഇതൊരു നിർണായക തെളിവാണ്. ഒരു വശം മാത്രമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തുവിട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ആ ചാറ്റുകൾ ഫെനി നൈനാൻ പുറത്തുവിട്ടിരിക്കുന്നത്. അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഭാഗം കൂടി കണ്ടെത്തേണ്ടത് പോലീസിനെ സംബന്ധിച്ച് നിർണായകമാണ്. അങ്ങനെയെങ്കിൽ ഫെനി നൈനാനിൽ നിന്ന് മൊഴിയെടുക്കാനുള്ള, അയാളെ ചോദ്യം ചെയ്യാനുള്ള ഒരു നീക്കം SITയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടതല്ലേ? ടോം, തീർച്ചയായും. കാരണം രാഹുലിന്റെ സുഹൃത്താണ്, അനുയായിയാണ്. എല്ലാ തരത്തിലും രാഹുലിന്റെ എല്ലാ രഹസ്യങ്ങളും അറിയുന്ന വ്യക്തിയാണ് ഫെനി. ആ ഫെനിയുമായി ബന്ധപ്പെട്ട് ഫെനി ഫേസ്ബുക്കിൽ കുറിച്ചുള്ള ഈ പോസ്റ്റ് ചെയ്തുള്ള ചാറ്റുകളുടെ വിവരങ്ങൾ കൃത്യമാണ്. 2024 ആണ് ഈ സംഭവം നടക്കുന്നത്. ആ കാലഘട്ടത്തിൽ തന്നെ ഈ പരാതിക്കാരിയെ ഫെനി നൈനാൻ അറിയാമെന്ന് പറയുന്നു. രാഹുലിന്റെ തിരക്ക് പല പ്രാവശ്യം അവിടെ ഓഫീസിൽ വന്നിട്ടുണ്ട്. പാലക്കാടിലേക്ക് ഈ ശല്യം സഹിക്കാതെ പാലക്കാടിലേക്ക് രാഹുലിനെ കാണാൻ വേണ്ടി പോയിക്കോളാൻ പറയുകയും ഫെനി നൈനാൻ പറഞ്ഞതായിട്ടാണ്
ആ പോസ്റ്റിലൊക്കെ സൂചിപ്പിക്കുന്നത്. എന്തായാലും വ്യക്തമായി ഈ പരാതിക്കാരിയെ ഫെനി നയനാൻ അറിയാം എന്നുള്ള കാര്യം വ്യക്തമാണ്. എന്തെങ്കിലും ഇവർ തമ്മിലുള്ള ചാറ്റുകൾ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ ഈ ഫോൺ കണ്ടെടുത്തെങ്കിൽ ഫോണിന്റെ ലോക്ക് മാറ്റിയെങ്കിൽ മാത്രം അതിൽ നിന്നുള്ള വിവരങ്ങൾ ലഭിച്ചെങ്കിൽ മാത്രമേ സൈബർ സെല്ലിന് കണ്ടെത്താൻ കഴിയുള്ളൂ. അത്തരം കാര്യങ്ങൾ കൂടി പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഒപ്പം ലാപ്ടോപ്പിൽ യുവതി പരാതിക്കാരി ഉന്നയിക്കുന്ന ദൃശ്യങ്ങൾ ഈ ലാപ്ടോപ്പിലാണുള്ളത്. ആ ലാപ്ടോപ്പിൽ പാസ്വേഡ് കൂടി അറിഞ്ഞെങ്കിൽ മാത്രമേ അതിന്റെ വിവരങ്ങൾ ലഭിക്കാൻ കഴിയുള്ളൂ. അത്തരം കാര്യങ്ങളെല്ലാം അന്വേഷണ സംഘം കൃത്യമായി ഒരു നിലപാട് സ്വീകരിച്ചെങ്കിൽ മാത്രമേ, അതായത് ഈ രാഹുലിന്റെ ഒരു അനുകൂല ഈ സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ ഇത്തരം കാര്യങ്ങൾ കണ്ടെത്താൻ കഴിയുള്ളൂ. പക്ഷെ കഴിഞ്ഞ 3 ദിവസമായി കസ്റ്റഡിയിലെത്തിയ രാഹുൽ മാങ്കൂട്ടം ഈ കാര്യങ്ങളിലൊന്നും സഹകരിക്കാത്ത ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഇന്ന് കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കാൻ. എന്തായാലും നാളെ ജാമ്യ അപേക്ഷ പരിഗണിക്കും. നാളെയാണ് രാഹുലിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. കൃത്യമായി ഈ അറസ്റ്റ് നടപടികളൊക്കെ യാതൊരു മാനദണ്ഡം പാലിക്കാതാണ് നടന്നത്. രാഷ്ട്രീയ പ്രേരിതമാണ് ഈ കേസ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് കഴിഞ്ഞ ദിവസം ഈ ജാമ്യവുമായി ബന്ധപ്പെട്ട് പ്രതിഭാഗത്തിന്റെ അഭിഭാഷകൻ ശാസ്ത്രമംഗലം അജിത്ത് ഉന്നയിച്ചത്. എന്തായാലും അങ്ങനെയൊക്കെയാണെങ്കിലും പ്രതിഭാഗത്തിന്റെ വാദങ്ങൾ അങ്ങനെയൊക്കെയാണെങ്കിലും ശശിനാരായണൻ, ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ അന്വേഷണത്തോട് സഹകരിക്കാത്തത്, പല കാര്യങ്ങളും ചോദ്യങ്ങളിൽ കൃത്യമായ മറുപടി നൽകുന്നില്ല, അതോടൊപ്പം തെളിവുകൾ കൈമാറുന്നില്ല, ഇത് ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ രാഹുലിന് തിരിച്ചടിയാകില്ലേ? ടോം, തീർച്ചയായിട്ടും അത്തരത്തിൽ സാഹചര്യമുണ്ട്. കാരണം അന്വേഷണ സംഘത്തോട് സഹകരിക്കുന്നു എന്നുള്ള കാര്യമാണ് ഇവർ ആദ്യം തന്നെ ഈ രാഹുലിന്റെ അഭിഭാഷകൻ പറഞ്ഞ അന്വേഷണ സംഘത്തോട് സഹകരിക്കുന്ന ഒരു വ്യക്തിയെ എന്തിന് അർദ്ധരാത്രിയിൽ അറസ്റ്റ് ചെയ്തു എന്നൊരു ചോദ്യമാണ് അന്ന് ഉന്നയിച്ചത്. പക്ഷേ നിലവിലത്തെ സാഹചര്യത്തിൽ അന്വേഷണ സംഘത്തോട് രാഹുൽ സഹകരിക്കുന്നില്ല എന്നുള്ള കാര്യമാണ് മനസ്സിലാക്കിയത്. 3 ഫോണുകളാണ് രാഹുലിന്റെ കൈവശം പിടിച്ചെടുത്തത്. ലാപ്ടോപ്പിന്റെ പാസ്വേഡ്, അത്തരം കാര്യങ്ങളെല്ലാം അറിയണം. ഈ ഫോണിന്റെ പാസ്വേഡ് അറിയാം. വിദഗ്ധമായ പരിശോധന നടത്തിയെങ്കിൽ മാത്രമേ ഇതിനകത്തുള്ള കാര്യങ്ങൾ കൃത്യമായി അന്വേഷണ സംഘത്തിന് കണ്ടെടുക്കാൻ കഴിയുള്ളൂ. അതൊന്നും രാഹുൽ സഹകരിക്കാത്ത ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് ജാമ്യം അപേക്ഷയുമായി ബന്ധപ്പെട്ട് ഒരു ഇക്കാര്യങ്ങൾക്ക് പ്രോസിക്യൂഷൻ ഉന്നയിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ നിലവിലത്തെ സാഹചര്യത്തിൽ വലിയ രീതിയിലുള്ള ഈ കേസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നതിനുള്ള ഈ യുവതിയുടെ പരാതിയുമായി ബന്ധപ്പെട്ടുള്ള 164 മൊഴി കൂടി ഇനി എടുക്കേണ്ടതായിരുന്നു. അത് വീഡിയോ കോൺഫറൻസ് വഴിയായിരിക്കും അത്തരം സാഹചര്യങ്ങൾ. അതെല്ലാം വരുമ്പോൾ മാത്രമേ ഈ കേസുമായുള്ള മുന്നോട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് കൃത്യമായി വിലയിരുത്താൻ കഴിയുള്ളൂ. നിലവിലത്തെ സാഹചര്യത്തിൽ തെളിവുകൾ കണ്ടെടുക്കുന്ന കാര്യത്തിൽ SITക്ക് കാര്യമായ ഒരു അന്വേഷണം നടത്താനോ കാര്യമായ ഇത്തരത്തിൽ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. രാഹുൽ നിന്നും ഒരു നിർണായക മൊഴിയോ വിവരങ്ങളോ ഇതുവരെ അന്വേഷണ സംഘത്തിൽ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ടോം, വ്യക്തമാണ്. ശശിനാരായണനാണ് വിവരങ്ങൾ നൽകിയത്. ശബരിമല കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.